ഹായ്, വെൽക്കം ടു കോഡ് യുറേക്ക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് കീവേഡ് റിസർച്ചിനെ പറ്റിയായിരുന്നു. കീവേഡ് റിസർച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളൊരു പ്രൈമറി കീവേഡും സെക്കൻഡറി കീവേഡും കണ്ടുപിടിച്ചതിന് ശേഷം അത് നമ്മുടെ SEOയിൽ അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെറ്റാ ഡിസ്ക്രിപ്ഷനിലും മെറ്റാ ടൈറ്റിലും അതെങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് പഠിച്ചത്. അത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്ത് അത് നമുക്ക് റാങ്ക് ചെയ്യിക്കാമെന്ന് നോക്കി. നമ്മൾ മെറ്റാ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതായിരുന്നു. മെറ്റാ ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണിക്കുന്ന ഹെഡിങ് ആണ് മെറ്റാ ടൈറ്റിൽ. മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിന് താഴെ കാണിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ആണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ. ഇതിൽ രണ്ടിലും നമ്മൾ എന്താണ്, നമ്മൾ ഈ കണ്ടുപിടിച്ച കീവേഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് രണ്ടും റൈറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. മെറ്റാ ടൈറ്റിൽ 55 to 60 ലെറ്റേഴ്സിനുള്ളിൽ നിൽക്കണം എന്നും മെറ്റാ ഡിസ്ക്രിപ്ഷൻ 155 to 160 ക്യാരക്ടറിനുള്ളിൽ നിൽക്കണം നമ്മൾ പഠിച്ചു. അല്ലെങ്കിൽ അത് കട്ടാവുമെന്നും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ, നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ കണ്ടന്റിലായിരുന്നു പറഞ്ഞത്. രണ്ടാമത്തെ ഈ നമ്മൾ കണ്ടുപിടിച്ച കീവേഡ്സിന്റെ സെക്കൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തത് മെറ്റാ ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനിലുമാണ്. ഇനി മൂന്നാമത്തെ ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അത് നമ്മൾ URL ആണ് യൂസ് ചെയ്യുന്നത്. URL അല്ലെങ്കിൽ സബ് URL അല്ലെങ്കിൽ നമ്മൾ ഫ്ലെക്സ് എന്ന് പറയും. അതായത് എന്താണ് ഈ സബ് URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് പേജ് എന്ന് വെച്ചാൽ ഹോം പേജിന്റെ പേരെന്താണ്, URL എന്താണ്, ആ കമ്പനിയുടെ URL എന്താണ്, അതായിരിക്കും കാണിക്കുന്നത്. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ പേജിനും ഓരോ പേര് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ കൊടുക്കുന്ന പേരാണ്. ഈ URLന്റെ ഈ ഡൊമൈൻ, ഈ മെയിൻ ഡൊമൈൻ എന്ന് പറയുന്നത് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഓരോ പേജ് കൊടുക്കുമ്പോൾ ഈ പേര് കോഴ്സസ് എന്ന് പറഞ്ഞ പേര് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പേരാണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ കണ്ടോ, പ്ലേസ്മെന്റ് എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഗാലറി എന്ന് പറയുന്നത് ഗാലറി എന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പേരിന്റെ അകത്ത് നമ്മൾ നമ്മുടെ കീവേഡ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതെങ്ങനെ യൂസ് ചെയ്യാം, അത് എഫക്റ്റീവായിട്ട് എങ്ങനെ എഴുതാം, അതുവഴി ഗൂഗിൾ എങ്ങനെ റാങ്ക് ചെയ്യിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. കാര്യം നമ്മളൊരു സെർച്ച് ചെയ്യുന്നു. ഇപ്പൊ ഫ്ലാറ്റ് ഇൻ കൊച്ചി എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ സെർച്ച് റിസൾട്ടിൽ കണ്ടോ, ഫ്ലാറ്റ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞ നമ്മുടെ കീവേഡ് വന്നിട്ടുണ്ട്. പക്ഷെ തന്നെ ഇവരുടെ URLന്റെ ആ പ്ലഗിന്റെ പേര് കണ്ടോ, പ്ലഗ് അല്ലെങ്കിൽ സബ് URL എന്ന് പറയും. എന്ന് വെച്ചാൽ ഇന്നർ പേജിന് നമ്മൾ കൊടുക്കുന്ന പേര് അതാണ് ഫ്ലാറ്റ് ഇൻ കൊച്ചി എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതാണ് അതേ കീവേഡ് തന്നെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഇൻ കൊച്ചി കണ്ടോ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സ്പോൺസേഡ് അല്ല, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിന് ശേഷം വരുന്നത് നോക്കി അതെ 99acres.com കഴിഞ്ഞിട്ട് പ്രോപ്പർട്ടി ഇൻ കൊച്ചി എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഫ്ലാറ്റ് ഇൻ കൊച്ചി എന്നാണ് അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. URLന്റെ ഇന്നർ പേജിന് അവർ കൊടുത്തേക്കുന്ന ആ പേജിന്റെ നെയിമാണ് ഫ്ലാറ്റ് ഇൻ കൊച്ചി. അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണ്, എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ URL ഇപ്പൊ നല്ല ഒരു URL വന്നു, അതിനുശേഷം ഒരു സബ് URL വരുന്ന അതാണ് ഈ രീതിയിലായിരിക്കണം. ഫോം അല്ലെ വെബ് പേജ് ഇങ്ങനെ ആയിരിക്കണം. അല്ലാതെ ഒരു ID അങ്ങനെ കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ റാങ്ക് ചെയ്യാനായിട്ട് വളരെ പാടായിരിക്കും. കാര്യം ഇത് നമ്മൾ ഒരു അഗ്ലി URL എന്ന് പറയും. അതായത് നമ്മൾ ഇത് കൊടുക്കുന്ന സമയത്ത് എന്താണ് ഇതൊന്നും കൊടുക്കാതെ ഒന്നും ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. നമ്മൾ എപ്പോഴും അതിന്റെ പേര് തന്നെ സബ് URL, അതായത് ഇന്നർ പേജുകൾക്ക് നമ്മൾ എന്ത് വേണം, ആ കീവേഡ് ഉപയോഗിച്ചുള്ള നെയിം തന്നെ കൊടുക്കും, മസ്റ്റ് ആയിട്ടും കൊടുക്കണം. ഇത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെബ് ഡെവലപ്പർ ആണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ടോ ഒരു വേർഡ്പ്രസ് വെച്ചിട്ടോ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തന്നെ മാറ്റാൻ പറ്റും. അതല്ല, ഇപ്പം ഒരു വെബ് ഡെവലപ്പർ ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ അയാളോട് പറയാം ഇന്ന പേജിന് ഇന്ന പേര് കൊടുക്കാം എന്ന് പറഞ്ഞാലും അവരപ്പോ അതായിട്ട് കൊടുക്കാൻ പറ്റും. ഇവിടെ കണ്ടോ, പ്ലേസ്മെന്റ്സ്. ഇപ്പൊ ഇതിന്റെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹോം എടുക്കുമ്പോഴത്തേക്കും അതിന്റെ ആ URL എന്നായിരിക്കും നമ്മളിപ്പോ പർച്ചേസ് ചെയ്ത ഡൊമൈൻ തന്നെ ആയിരിക്കും വരുന്നത്. അതിനുശേഷം നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പൊ ആ പേജിന്റെ പേര് കണ്ടോ, ജാവാസ്ക്രിപ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവര് ജാവാസ്ക്രിപ്റ്റ് എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ എടുക്കുകയാണ് ഒരു പൈത്തൺ കണ്ടോ, പൈത്തൺ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. എക്സാമ്പിൾ ഇവിടെ തന്നെ നോക്കി, നിങ്ങൾ തന്നെ ഫ്ലാറ്റ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞാൽ കണ്ടോ, അവർ ഫ്ലാറ്റ് ഇൻ കൊച്ചി എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ URL പ്ലഗ് എന്ന് പറയുന്നത്, പ്ലഗിന്റെ നെയിം അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ നമ്മൾ പറഞ്ഞു ഈ സെർച്ച് എഞ്ചിൻ സ്ക്രോൾ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഈ ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് ഒരു റാങ്കിങ് ഫാക്ടർ ആണ്. ഇതുവഴി നമുക്ക് ഈ URL കറക്റ്റ് ആയിട്ട് ഇതേ നമ്മുടെ കീവേഡ് തന്നെ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ചാൻസസ് വളരെയധികം കൂടുതലായിരിക്കും.
കാരണം ഈ വലിയ വലിയ കമ്പനിയുടെ സൈറ്റുകൾ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ URL പേര് വരുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ തന്നെ ഇവിടെ പ്ലേസ്മെന്റ് നമ്മൾ നോക്കി എബൌട്ട് അസ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതെ ഇവരുടെ പേരാണല്ലോ എബൌട്ട് അസ്. ഇനി വേറെ പ്രാക്ടീസ് കാണിച്ചാൽ ഈ വെബ്സൈറ്റ് നോക്ക്. ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പൊ തന്നെ ഫോം കൊടുത്തു, ഫോം അവരുടെ പേര് തന്നെ വന്നു. അതിനുശേഷം നമ്മൾ സർവീസസ് കൊടുക്കുമ്പോൾ കണ്ടോ പേജ് ID 137 ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ സർവീസസ് ആണ്, സർവീസസ് എന്ന് തന്നെ നമ്മൾ ഇവിടെ കൊടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ കീവേഡ് യൂസ് ചെയ്ത് നമ്മുടെ കീവേഡ് പ്രൈമറി സെക്കൻഡറി കീവേഡ് ഏതാണോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത പേരായിരിക്കണം ഇവിടെ കൊടുക്കും. കീവേഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ ഓരോ പേജിനും ഒരു പ്രൈമറി സെക്കൻഡറി കീവേഡ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. അപ്പൊ അത് വെച്ചിട്ട് വേണം ഇവിടെ നമ്മൾ ഇത് കൊടുക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ ഇത് കൊടുക്കുന്നതിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. അതായത് ഇപ്പൊ ഇത് കണ്ടോ, ഇത് നമ്മൾ കാറ്റഗറൈസ് കൊടുക്കണം. ഇതിപ്പോ ഈസി ടു റീഡ് ആയിരിക്കണം. ഈസി ടു റീഡ് ആയിരിക്കണം. ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവണം. ഫസ്റ്റ് പോയിന്റ് അതാണ്. നമ്മളിപ്പോ ഒരു URL കൊടുക്കുമ്പോൾ അത് ഈസി ടു റീഡ് ആയിരിക്കണം. ഇപ്പൊ ഫ്ലാറ്റ് ഇൻ കൊച്ചി എന്ന് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ കാണുമ്പോൾ ഒരാൾക്ക് തന്നെ അറിയാം ഈ വെബ്സൈറ്റ് കണ്ടോ ഫ്ലാറ്റ് ഇൻ കൊച്ചി ഫോർ സെയിൽ. ഇത് കാണുമ്പോൾ തന്നെ ഒരാൾക്ക് മനസ്സിലാവും ഈ പേജ് ഫ്ലാറ്റ് ഇൻ കൊച്ചിക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ സെർച്ച് എഞ്ചിനും അത് മനസ്സിലാവും. സെർച്ച് എഞ്ചിൻ അത് റാങ്ക് ചെയ്യാനുള്ള ചാൻസും വളരെയധികം കൂടുതലായിരിക്കും. ഫ്ലാറ്റ് ഇൻ കൊച്ചി അത് ഈസി ടു റീഡ് ആയിരിക്കണം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഷോർട്ട്, ഈസി അല്ലെങ്കിൽ കീവേഡ് റിച്ച് ആയിരിക്കണം. അത് ഷോർട്ട് ആയിരിക്കണം. ഒരുപാട് ലെങ്തിൽ കൊടുക്കരുത്. ഷോർട്ട് ആയിട്ട് വേണം കൊടുക്കുക. ഫ്ലാറ്റ് ഇൻ കൊച്ചി, ഫ്ലാറ്റ് ഇൻ കൊച്ചി, ഫ്ലാറ്റ് ഇൻ കലൂര്, ഫ്ലാറ്റ് ഇൻ എറണാകുളം അങ്ങനെ കൊടുക്കരുത്. ഏതെങ്കിലും നമ്മൾ ഷോർട്ട് ആയിട്ട് കൺസോൾട്ടേറ്റ് ചെയ്ത് ഷോർട്ട് ആയിട്ട് വേണം അവിടെ നമ്മൾ ഈ കീവേഡ് കൊടുക്കാനായിട്ട്. പ്രോപ്പർട്ടി ഇൻ കൊച്ചി കണ്ടോ ഒരു സിമ്പിൾ ആയിട്ട് ചെറുതായിട്ട് കൊടുത്തിരിക്കുന്നു. ഫ്ലാറ്റ് ഇൻ കൊച്ചി ഫോർ സെയിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും നിങ്ങൾക്ക് താഴേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ബൈ ഫ്ലാറ്റ് ഇൻ കൊച്ചി ഫോർ സെയിൽ. അവരെല്ലാം അവരുടെ കീവേഡ് ആണ് ഈ ഇന്നർ പേജിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കൺസിസ്റ്റന്റ് ആയിരിക്കണം. കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പം ഒരു പേജിന് പേര് കൊടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും നമ്മൾ ഒരേ രീതിയിലായിരിക്കണം അതിന്റെ പേര് കൊടുക്കേണ്ടത്. എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ തന്നെ ഈ 10 നമ്മളൊരു ബ്ലോഗ് എടുക്കുകയാണ്. ഒരു ടോപ്പ് 10 ബെസ്റ്റ് ഫ്രാഞ്ചൈസീസ് ഇൻ കേരള നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ അവര് കൊടുത്തേക്കുന്നുണ്ടോ ഈ സൈറ്റിന് ഇതിന്റെ അകത്ത് ഇത് കാണുമ്പോൾ ഒരാൾക്ക് മനസ്സിലാകുന്നതാണ് ഈ ബ്ലോഗ് ടോപ്പ് 10 ബെസ്റ്റ് ഫ്രാഞ്ചൈസീസ് ഇൻ കേരള. അപ്പൊ ഇത് കാണുന്ന ഒരാൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഇതൊരു ബ്ലോഗ് ആണെന്ന് മനസ്സിലായി. പിന്നെ ടോപ്പ് 10 ഫ്രാഞ്ചൈസീസ് ഇൻ കേരള എന്ന് മനസ്സിലായി. ഇതുപോലെ ഇനിയിപ്പോ ഇവര് കർണാടകയുടെ എഴുതുവാണെങ്കിൽ ഇവര് ചിലപ്പോൾ URL കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ ഇങ്ങനെ മാറ്റാൻ സാധിക്കത്തില്ല. ഇത് നമ്മൾ ആ പേജിന് പേര് കൊടുക്കുമ്പോഴാണ്, അതായത് വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ട പേരാണ്. ഞാനിവിടെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കാണിച്ചിരുന്നത് കർണാടക. അതുപോലെ മുംബൈ ആണെങ്കിൽ അവർ കൊടുക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, മുംബൈ. അതായത് ഇവിടെ കണ്ടോ ഫ്രാഞ്ചൈസി ബസാർ.com ബ്ലോഗ് ടോപ്പ് 10 ബെസ്റ്റ് ഫ്രാഞ്ചൈസീസ് ഇൻ മുംബൈ. അല്ലെങ്കിൽ പിന്നെ ചെന്നൈ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്, ചെന്നൈ ടോപ്പ് 10 ബെസ്റ്റ് ഫ്രാഞ്ചൈസീസ് ഇൻ ചെന്നൈ. അപ്പൊ ഇത് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും ബ്ലോഗാണ് ടോപ്പ് 10 ഫ്രാഞ്ചൈസീസ് ഇൻ ചെന്നൈ ആണ് കാണിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ രൂപത്തിന് വേണം നമ്മൾ എത്ര ബ്ലോഗ് എഴുതിയാലും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വെബ്സൈറ്റ് ഇന്നർ പേജിന്റെയും പേര് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഇത് സെർച്ച് എഞ്ചിന് മനസ്സിലാവും ഇതെന്താണ് ബ്ലോഗ് ആണെന്ന് മനസ്സിലായി. ടോപ്പ് 10 ബെസ്റ്റ് ഫ്രാഞ്ചൈസീസ് ചെന്നൈ അത് മനസ്സിലായി. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊരു ട്രാവലിംഗ് ഒരു ബ്ലോഗ് ഇടുന്ന സൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം, കേരള ബെസ്റ്റ് പ്ലേസസ് ഇൻ മൂന്നാർ എന്ന് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണം? അപ്പോഴത്തെ നമ്മുടെ സെർച്ച് എഞ്ചിന് മനസ്സിലാവും എന്താണ്, സെർച്ച് എഞ്ചിനും ഈ കാണുന്ന ആൾക്ക് മനസ്സിലാവും ബ്ലോഗ് ആണെന്ന് മനസ്സിലായി, കേരളയാണെന്ന് മനസ്സിലായി, അവിടുത്തെ ബെസ്റ്റ് പ്ലേസസ് ഇൻ മൂന്നാറിലെ ബെസ്റ്റ് പ്ലേസസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ഇടയ്ക്ക് സ്പേസ് കൊടുക്കുക. ഒരു ഐഫൺ കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് ഇങ്ങനെ കൊടുക്കാനായിട്ട്. സ്പേസ് കൊടുക്കാതെ ഒരു ഐഫൺ കൊടുക്കണം. ഇങ്ങനെ വേണം നമുക്ക് ഒരു ഇന്നർ പേജിന്റെ പേര് കൊടുക്കാനായിട്ട്. ഇതിന് പ്ലഗ് എന്നാണ് പറയുന്നത്, സബ് URL എന്നും പറയും, ഒരുപാട് പേരിൽ അറിയപ്പെടും. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ. നമ്മൾ ഇന്നർ പേജുകൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ കീവേഡ് റിലേറ്റഡ് ആയിട്ടുള്ള പേര് തന്നെ കൊടുക്കുക. അപ്പൊ നമുക്ക് റാങ്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഒരേ പേര് എല്ലാ പേജിനും ഒരേ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ട്. അങ്ങനെ വരുമ്പോഴും നമ്മുടെ സൈറ്റ് റാങ്ക് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. കാര്യം ഇത് കാണുന്ന പിന്നെ സെർച്ച് എഞ്ചിനും
ആൾക്കാർക്ക് മനസ്സിലാവുന്ന എന്താണ്, ഇത് നമുക്ക് പെട്ടെന്ന് റീഡബിൾ ആയിരിക്കും. ഇത് കാണുമ്പോൾ തന്നെ ഒരാൾക്ക് മനസ്സിലാവും ഇത് ബ്ലോഗ് ആണെന്നും കേരളത്തിലെ ബെസ്റ്റ് പ്ലേസസ് ആണ്. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഇതായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇന്ത്യ എന്ന് കൂടെ കൊടുത്തിട്ട് ഇന്ത്യ ടൂറിസം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻ എന്ത് മനസ്സിലാക്കും, ഇന്ത്യൻ ടൂറിസത്തെ പറ്റിയാണ് ഈ പേജ് എന്നും അത് കേരളത്തിലെ ബെസ്റ്റ് പ്ലേസസ് ഇൻ മൂന്നാറാണെന്ന് മനസ്സിലാവും. ഇനിയിപ്പോ ഇത് മാറ്റിയിട്ട് നമുക്ക് ബെസ്റ്റ് പ്ലേസസ് ഇൻ കർണാടക എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ വരുന്നത്, അപ്പം വെബ്സൈറ്റ് ഈ സെർച്ച് എഞ്ചിൻ എന്ത് മനസ്സിലാവും, ഇന്ത്യൻ ടൂറിസത്തെ പറ്റിയാണ് നമ്മൾ ഈ എഴുതുന്നത്. അതിന്റെ അകത്ത് ഇവിടെ മാറ്റി ഇങ്ങനെ കൊടുക്കരുത്, ഇവിടെ കർണാടക എന്ന് കൊടുക്കും. കർണാടക ബെസ്റ്റ് പ്ലേസസ് ഇൻ ബാംഗ്ലൂർ ഇങ്ങനെ കൊടുക്കുക. അപ്പൊ എന്ത് മനസ്സിലാവും, ഈ നമ്മുടെ സെർച്ച് എഞ്ചിൻ മനസ്സിലാവും ഇന്ത്യൻ ടൂറിസത്തെ പറ്റിയാണ് ഇത് കർണാടകയെ പറ്റിയാണ്, അവിടുത്തെ ബെസ്റ്റ് പ്ലേസസ് ഇൻ ബാംഗ്ലൂർ ആണെന്ന് മനസ്സിലായി. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്താലും ഇതുപോലെ ഒരു ഫോർമാറ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. ഇപ്പൊ ഇവിടെ സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം, ബെസ്റ്റ് പ്ലേസ്മെന്റ് കൊച്ചി, ബെസ്റ്റ് പ്ലേസ്മെന്റ് ഇൻ കൊച്ചി എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പം പ്ലേസ്മെന്റിന്റെ പേജ് ആണെങ്കിൽ, അല്ലെങ്കിൽ കോഴ്സസിന്റെ ആണെങ്കിൽ ബെസ്റ്റ് കോഴ്സസ് ഇൻ ജാവ. അങ്ങനെ എല്ലാത്തിനും ഒരേ ഫോർമാറ്റ് തന്നെ എല്ലാ പേജിലും കീപ്പ് ചെയ്യുക. ഈ ഇത്രയും പാർട്ട് കറക്റ്റ് ആയിരിക്കണം. അതിനുശേഷം ഈ അവസാനത്തത് മാത്രം മാറ്റി കൊടുക്കുക. അതായത് ഇത് കാണുമ്പോഴേ ഒരു ബെസ്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഫോർമാറ്റ് വേണം നമ്മൾ എല്ലാ വെബ്സൈറ്റിന്റെ ഇന്നർ പേജുകൾക്കും പേര് കൊടുക്കാനായിട്ട്. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കൺസിസ്റ്റന്റ് ആയിരിക്കണം, ഈസി കീവേഡ് റിച്ച് ആയിരിക്കണം. കീവേഡ് ഇതിന്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയോ അങ്ങനെ വരുന്ന രീതിയിൽ പേര് വരരുത്. പേര് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യത്തില്ല, അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇത് ഇതിനെ ഷോർട്ട് ആയിരിക്കണം. ഇപ്പം ഒന്നിലധികം കീവേഡ്സ് ഉണ്ട്, അതിനെ കൺസോൾഡേറ്റ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ, അങ്ങനെ ഒന്നിലധികം കീവേഡ്സ് ഉണ്ട്, അത് കൺസോൾഡേറ്റ് ചെയ്ത് ഒന്നാക്കി കൊടുക്കുക. പിന്നെ ഈ കണ്ടന്റ് ആയിട്ട് റിലവന്റ് ആയിരിക്കണം. അത് നമ്മൾ കീവേഡ് എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ എടുക്കുന്നത്. അപ്പൊ അതുമായിട്ട് നിങ്ങൾ ആ കീവേഡ് തന്നെ ഇതിന്റെ അകത്ത് യൂസ് ചെയ്യണം. നമ്മളിപ്പം കണ്ടല്ലോ, ഈ എക്സാമ്പിളിലെല്ലാം കണ്ടതുപോലെ ഫ്ലാറ്റ് ഇൻ കൊച്ചി നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് വരുന്നത് പ്രോപ്പർട്ടീസ് കണ്ടോ, ബൈ ഫ്ലാറ്റ് ഇൻ കൊച്ചി ഫോർ സെയിൽ കണ്ടോ, അങ്ങനെയാണ് വരുന്നത്. അതാണ് ഇവിടെ കണ്ടോ, ഫ്ലാറ്റ് ഫോർ സെയിൽ ഇൻ കൊച്ചി. അതേ കീവേഡ് തന്നെയാണ് അവര് ഈ URL ഇന്നർ പേജിനായിട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ആ എക്സാമ്പിൾ നമ്മൾ കണ്ടു, ഓരോ പേജിലും എബോട്ടസ് അടിക്കുമ്പോഴത്തേക്ക് അവരുടെ പേജിന് കൊടുത്തിരിക്കുന്ന പേര് എബോട്ടസ് എന്നാണ്. അതുപോലെ ഓരോ കോഴ്സും നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ പേര് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഗാലറിക്ക് കൊടുത്തിരിക്കുന്നത് ഗാലറി എന്നാണ്. ഇനി അവരുടെ വേറെ പ്ലേസ്മെന്റ് എടുക്കുമ്പോഴത്തേക്കാണ് ഇവിടെ പ്ലേസ്മെന്റ് എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഓരോ പേജിന്റെ പേര് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് അവർ അതേ പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതേ രീതി വേണം നമ്മളൊരു വെബ്സൈറ്റിൽ പ്ലഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. പ്ലഗ് മീൻസ് ഈ സബ് URL ആണ്. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഫോർമാറ്റ് നമ്മൾ മസ്റ്റായിട്ടും കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് നമ്മളിപ്പോ പഠിച്ചത് നിങ്ങൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മൾ മൂന്നാമത്തെ ഒരു ആപ്ലിക്കേഷനാണ്, നമ്മുടെ കീവേഡിന്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് പഠിച്ചത്. നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്താണ് പഠിച്ചത്, നമ്മൾ കണ്ടന്റ് യൂസ് ചെയ്യുന്ന പറഞ്ഞു, ബ്ലോഗിന്റെയും വെബ്സൈറ്റിനെയൊക്കെ കണ്ടന്റിൽ യൂസ് ചെയ്യണം. അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ അതായിരുന്നു നോക്കിയത്. അതിനുശേഷം നമ്മൾ നോക്കിയത് എന്താണ്, മെറ്റാ ടൈറ്റും മെറ്റാ ടാഗും അതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം. അതിന്റെ അകത്താണ് നമ്മൾ അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത്. മെറ്റാ ടൈറ്റിലും മെറ്റാ ടാഗിലും അതെങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം, അതെങ്ങനെ കൊടുക്കണം, അതിന്റെ റൂൾസ് എന്താണ്, അത് നമ്മൾ നോക്കി. പിന്നെയും അടുത്ത ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്, URL-ന്റെ അകത്ത്, അതായത് സബ് URL-ന്റെ അകത്ത് നമ്മൾ എങ്ങനെ ഇത് യൂസ് ചെയ്യാം, അത് യൂസ് ചെയ്യാം. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. അതിനൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഫോർമാറ്റ് നമ്മൾ കീപ്പ് ചെയ്യണം. ആ ഷോർട്ട് ഈസി ആയിരിക്കണം, റീഡബിൾ ആയിരിക്കണം. അതിന്റെ ഒരു കീവേഡ് റിച്ച് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച കീവേഡ് അതിൽ യൂസ് ചെയ്യണം. അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. അത് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ വെബ്സൈറ്റ് ടോപ്പിൽ റാങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ഇനി വേറെ വെബ്സൈറ്റുകൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതിന്റെ അകത്ത് അവർ URL എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഈ സബ് URL എങ്ങനെയാണ് വരുന്നത്, നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ ഹോം പേജിൽ എങ്ങനെയാണ് അവരുടെ URL ഡിസ്പ്ലേ ചെയ്യുന്നത്, അതാണ് ഇതാണ് അവരുടെ URL. അപ്പൊ ഈ URL ഡിസ്പ്ലേ ചെയ്യുന്ന ഓരോന്നും നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അത് നോക്കണം. അതാണ് ഇപ്പോൾ ഹോട്ടൽ ഫ്രാഞ്ചൈസി നിങ്ങൾ കൊടുക്കുകയാണ്, ഹോട്ടൽ ഫ്രാഞ്ചൈസീസ് ഇൻ കേരള, അങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾ ഇതിന്റെ URL ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടോ, ഈ URL ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കോൺട്രാക്ട് അത് ഫുള്ള് ഇവിടെ ഡിസ്പ്ലേ ആവുന്നില്ല. അപ്പൊ ഡിസ്പ്ലേ ആവുന്നതിന്റെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. കേരള റെസ്റ്റോറന്റ് കണ്ടോ,
ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും കൊടുത്തിരിക്കുന്നത് കാറ്റലോഗ് ഫ്രാഞ്ചൈസി ഓപ്പർച്യൂണിറ്റീസ് കണ്ടോ. ടോട്ടൽ ഓൾ കേരള ഫ്രാഞ്ചൈസി അത് ഫുള്ള് ഡിസ്പ്ലേ ആവുന്നില്ല. ബിസിനസ് കണ്ടോ, ഇവർ കൊടുത്തിരിക്കുന്നുണ്ടോ, ബിസിനസ് കൊച്ചി കേരള. അങ്ങനെ ഓരോ URL കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ചെയ്യുന്ന പേജസിന്റെ URL, ഇപ്പൊ നമ്മളിപ്പോ ഒരു വെബ്സൈറ്റ് എടുത്തു, ആ വെബ്സൈറ്റിന്റെ നമുക്ക് SEO ചെയ്യാൻ തന്നപ്പോൾ നമ്മൾ എടുക്കുന്ന പേജ് ഇതുപോലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുക നമ്മളൊരു പേര്, നമ്മുടെ കീവേഡ് അനുസരിച്ച് നമ്മളൊരു പേര് ഡിസൈൻ ചെയ്തിട്ട് ഈ ഡെവലപ്പർക്ക് കൊടുക്കുക. എന്നിട്ട് അവരെ കൊണ്ട് അത് ചേഞ്ച് ചെയ്യിക്കുക. അല്ലെങ്കിൽ നമ്മളൊരു ഡെവലപ്പർ തന്നെയാണെങ്കിൽ നമ്മൾ തന്നെ ചേഞ്ച് ചെയ്യുക. നമ്മളിത് ശ്രദ്ധിക്കുക. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇനി എങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് വരുന്ന ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അത് വേർഡ് പ്രസ് വെച്ചിട്ടും ടെംപ്ലേറ്റ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. അതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഓരോ വെബ് സെർച്ചിലും ഇത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം, ഇത് എങ്ങനെയാണ് എല്ലാവരും കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഈ URL, നമ്മൾ കൊടുക്കുന്ന URL എങ്ങനെ ആയിരിക്കണം എന്നുള്ള റൂൾ നിങ്ങൾക്ക് മനസ്സിലായി. ഈസി ആയിരിക്കണം, നമ്മുടെ കീവേഡ് അതിനകത്ത് ഉണ്ടായിരിക്കണം, കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ ഫോർമാറ്റിൽ നമ്മൾ ഇത് കൊടുക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. താങ്ക് യു സോ മച്ച്.